ശൈവ സിദ്ധാന്തത്തിലെ അതിപ്രശസ്തമായ ഒരു പുതിയ തമിഴ് കാവ്യത്തിലേക്കാണ് നാം ഇനി കടക്കാൻ പോകുന്നത്. 12 ശിവസൂത്രങ്ങളുള്ള ഒരു അത്യുന്നതമായ തമിഴ് കൃതിയാണ് ശിവജ്ഞാനബോധം. ശൈവസിദ്ധാന്തത്തിൻ്റെ കാതലായ പശു, പതി, പാശം എന്ന 3 വസ്തുക്കളെ വളരെ വിശദീകരിക്കുന്ന 14 ശൈവശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ശിവജ്ഞാനബോധത്തിൻ്റെ കർത്താവായ മെയ്കണ്ഠദേവർ രചിച്ചിട്ടുള്ളത്. ഈ 14 ശൈവ സിദ്ധാന്ത കൃതികളുടെയും ആകത്തുകയാണ് മെയ്കണ്ഠദേവരുടെ ശിവജ്ഞാനബോധം. ശൈവസിദ്ധാന്തത്തിൻ്റെ അത്യുന്നത കൃതിയാണ് ഈ 12 ശിവസൂത്രങ്ങൾ. അപ്പോൾ ഈ 12 ശിവസൂത്രങ്ങളിലൂടെ മെയ്കണ്ഠദേവർ ശൈവസിദ്ധാന്തത്തിൻ്റെ അടിത്തറ പാകുകയാണ് ചെയ്തത്. അത് പശു, പതി, പാശം എന്ന 3-ൽ ഒടുങ്ങുന്നു. ശിവജ്ഞാനബോധത്തിന് ഇത്രയേറെ തമിഴകത്ത് പ്രശസ്തി കൊടുത്തത് മാധവ ശിവജ്ഞാന സ്വാമികൾ എന്ന് പറഞ്ഞ ശിവജ്ഞാനബോധത്തിൻ്റെ വ്യാഖ്യാതാവാണ്. ഒരുപക്ഷെ ഇന്ന് ലോകം ശിവജ്ഞാനബോധത്തെ ശൈവസിദ്ധാന്തത്തിൻ്റെ അടിത്തറയായി കരുതാൻ കാരണം വ്യാഖ്യാതാവായ മാധവ ശിവജ്ഞാന സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഈ 12 ശിവസൂത്രങ്ങളുള്ള ശിവജ്ഞാനബോധത്തിന് അദ്ദേഹം ഏറെ 500-ൽ പരം പേജുകളുള്ള ഒരു വലിയ വ്യാഖ്യാനമാണ് നിബന്ധിച്ചിട്ടുള്ളത്. അതിലൂടെ ശിവജ്ഞാനബോധത്തിൻ്റെ അകത്തളത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും. ഇത് ക്രിസ്തുവർഷം 12-ാം ശതകത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണെന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ അതിനുശേഷം 13-ാം നൂറ്റാണ്ടിലാകാനും സാധ്യതയുണ്ട്. കാരണം തിരുஞான സംബന്ധയുടെ കവിതയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മെയ്കണ്ഠരുടെ ജീവിതത്തിൽ നടന്നതായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരുஞான സംബന്ധർക്ക് ശേഷമായിരിക്കണം മെയ്കണ്ഠദേവൻ തമിഴകത്ത് ജീവിച്ചത് എന്ന് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ 12-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിലോ ആണ് മെയ്കണ്ഠരുടെ ജീവിതകാലമെന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം. നടുനാട്ടിലാണ് മെയ്കണ്ഠദേവൻ ജനിച്ചത്. അപ്പോൾ ശിവജ്ഞാനബോധത്തിൻ്റെ കർത്താവായ മെയ്കണ്ഠരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ചോള രാജ്യത്തിനും തൊണ്ടൈ രാജ്യത്തിനും ഇടയിൽ കുറച്ച് പ്രദേശമുണ്ട്. അങ്ങനെ ചോള രാജ്യത്തിനും തൊണ്ടൈ രാജ്യത്തിനും ഇടയിലുള്ള ആ ദേശത്തിൻ്റെ പേര് നടുനാട് എന്നാണ്. ആ നടുനാട്ടിലെ തിരുപ്പന്നകാണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയ്കണ്ഠദേവൻ ജനിച്ചത്. മെയ്കണ്ഠരുടെ ജനനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ തമിഴകത്ത് ഇന്നും പ്രചാരത്തിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അച്യുത കളപ്പാല എന്നാണ്. അച്യുത കളപ്പാളാർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഈ അച്യുതന് കുട്ടികളില്ലാത്ത ദുഃഖത്താൽ അദ്ദേഹം നിരന്തരം ശിവപൂജ നടത്തിക്കൊണ്ടേയിരുന്നു. ഇദ്ദേഹം ഒരു ശിവഭക്തൻ കൂടിയാണ്. അങ്ങനെ ശിവഭക്തനായ ഇദ്ദേഹം കുട്ടികളില്ലാത്ത വേദനയിൽ
ശിവഭഗവാനോട് തനിക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനെന്താണ് വഴിയെന്ന് അവരുടെ കുലത്തിൻ്റെ പ്രധാനപ്പെട്ട പൂജാരിയായ അരുൾനന്ദി ശിവാചാര്യരോട് ഈ അച്യുത കുലപ്പാളർ ചോദിക്കുന്നു, എന്താണൊരു വഴി? അപ്പോൾ ഈ അരുൾനന്ദി ശിവാചാര്യർ അതിന് ഒരു പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തു. അതായത് തിരുമുറൈ തുറന്നു നോക്കുക, പകുത്തു നോക്കുക. അങ്ങനെ പകുത്തു നോക്കുമ്പോൾ ഏത് തേവാരമാണോ കിട്ടിയത് ആ തേവാരത്തിൻ്റെ അർത്ഥമനുസരിച്ച് വിധി പറയാം എന്ന് ഈ കുലത്തിൻ്റെ ആചാര്യൻ പറഞ്ഞു. നന്ദിശിവാചാര്യർ പറയുന്നത് കേട്ട് അച്യുത കുലപ്പാളർ തേവാരം തിരുമുറൈ തുറന്നപ്പോൾ കിട്ടിയ തേവാരം തിരുஞான സംബന്ധരുടേതായിരുന്നു. തിരുവെൺകാടാർ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ ശിവപാർവതിമാരെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു തേവാരമായിരുന്നു തിരുஞான സംബന്ധരുടേതായിട്ട് കിട്ടിയത്. അപ്പോൾ ഈ കുലത്തിൻ്റെ ആചാര്യൻ പറഞ്ഞു, അരുൾനന്ദി ശിവാചാര്യർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, അവിടെ ഭാര്യയോടൊത്ത് ഭജനമിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ശിവപാർവതിമാരുടെ അടുത്ത് ഇവർ ചെന്ന് ഭാര്യയും ഭർത്താവും കൂടി ചെല്ലുകയാണ്. അവിടെ 3 കുണ്ടങ്ങളുണ്ട്, 3 വലിയ കുളങ്ങളുണ്ട്. ആ 3 കുളങ്ങളിൽ കുളിച്ച് ശരീരശുദ്ധി, മനഃശുദ്ധി, ആത്മശുദ്ധി 3 നേടിയതിന് ശേഷം അവർ ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു ഉണ്ടായ കുട്ടിയാണ് മെയ്കണ്ഠദേവൻ. ഈ കുട്ടി 2.5 വയസ്സുള്ളപ്പോൾ തിരുവണ്ണൈനൽക്കറിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥലത്തിൽ തിരുവണ്ണയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിലൂടെ പരഞ്ജ്യോതി മുനിവർ യാത്ര ചെയ്യുകയായിരുന്നു. ഈ പരഞ്ജ്യോതി മുനിവരെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. തിരുവിളയാടൽ പുരാണം എഴുതിയത് പരഞ്ജ്യോതി മുനിവരാണെന്ന് നാം ഇതിനു മുമ്പ് മനസ്സിലാക്കിയതാണ്. ഈ പരഞ്ജ്യോതി മുനിവർ സിദ്ധന്മാരിൽ 18 സിദ്ധന്മാരിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധനാണ് പരഞ്ജ്യോതി മുനിവർ. ഇദ്ദേഹത്തിന് ആകാശ സഞ്ചാരം നടത്താൻ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇദ്ദേഹം ആകാശത്തിലൂടെ കൈലാസത്തേക്ക് പോയി ശിവനുമായി മേളിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആകാശ സഞ്ചാരം, കൈലാസത്തിലേക്ക് പോകാനുള്ള ആകാശ സഞ്ചാര വീഥിയിൽ വച്ചിട്ട് ഈ കുട്ടിയെ മുകളിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ കണ്ടു കളിച്ചുകൊണ്ടിരിക്കുന്ന മെയ്കണ്ഠരെ കണ്ടു. ആ കുട്ടിയുടെ ദിവ്യമായ തേജസ് കണ്ടിട്ട് പരഞ്ജ്യോതി മുനിവർ താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ആ തിരുവണ്ണൈനെല്ലൂരിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുട്ടിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ആ കുട്ടിക്ക് ശിവമന്ത്ര സാധന ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ശിവജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നു. കുട്ടി അതോടെ കൂടുതൽ ശിവധ്യാനത്തിൽ മുഴുകുകയും ആത്മീയതയുടെ പടവുകൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കയറുകയും ചെയ്തു. അങ്ങനെ യൗവനപ്രായമായപ്പോൾ ഇദ്ദേഹം പൊള്ളായി പിള്ളയാർ കോവിൽ എന്ന് പറഞ്ഞൊരു കോവിലുണ്ട് അവിടെ അടുത്ത്. ആ കോവിലിൽ പോയി കുറേ നാളുകൾ തപസ് ചെയ്തു, ധ്യാനനിഷ്ഠനായി കഴിഞ്ഞു. അങ്ങനെ ധ്യാനനിഷ്ഠനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ശിവജ്ഞാനവും ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിച്ചു. ഈ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ, പരഞ്ജ്യോതി മുനിവരുടെ അനുഗ്രഹത്താൽ എല്ലാ ആഗമങ്ങളുടെയും, പ്രധാനപ്പെട്ട എല്ലാ ആഗമങ്ങളുടെയും ദിവ്യ രഹസ്യം അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ 14 സിദ്ധാന്ത ശാസ്ത്രകൃതികൾ ഇദ്ദേഹം രചിച്ചു എന്നാണ് പറയുന്നത്. അതിൽ എല്ലാം തന്നെ
പതിയെക്കുറിച്ചും പാശത്തെക്കുറിച്ചും പശുവിനെക്കുറിച്ചിട്ടുമാണ് വിവരിക്കുന്നത്. അപ്പോൾ ഈ പശുപതി സങ്കല്പം എന്നുള്ളത് ശരിക്കും അതിനൊരു അടിസ്ഥാന തിയറി ഉണ്ടാക്കി കൊടുത്തത് ഈ മെയ്കണ്ഠദേവരാണ്. അത് ഈ 14 സിദ്ധാന്ത ശാസ്ത്രകൃതികളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നാം ഇനി പഠിക്കാൻ പോകുന്ന ശിവജ്ഞാനബോധം. അങ്ങനെ ശിവജ്ഞാനബോധം എന്ന കൃതിയിലൂടെ ശൈവ സിദ്ധാന്തത്തിൻ്റെ പരമോന്നതമായ ആദർശങ്ങളും ദർശനങ്ങളും മെയ്കണ്ഠദേവർ നമുക്കായി വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയ്കണ്ഠയുടെ ശിവജ്ഞാനബോധം കൂടുതൽ ശ്രദ്ധേയമായി തീർന്നത് മാധവ ശിവജ്ഞാന സ്വാമികളുടെ ദ്രാവിഡ മഹാഭാഷ്യകാരൻ എന്നാണ് മാധവ ശിവജ്ഞാന സ്വാമികളെ വിളിക്കുന്നത്. ദ്രാവിഡ മഹാഭാഷ്യകാരനായ മാധവ ശിവജ്ഞാനസ്വാമികളുടെ വ്യാഖ്യാനത്തിലൂടെയാണ് ശിവജ്ഞാനബോധം ഇത്രയും പ്രശസ്തമായി തീർന്നത്. ഇന്ന് മാധവ ജ്ഞാനസ്വാമികളുടെ ഈ വ്യാഖ്യാനം നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശിവജ്ഞാനബോധമെന്ന അത്യുത്കൃഷ്ടമായ ശൈവ സിദ്ധാന്തത്തിലെ 12 ശിവസൂത്രങ്ങളിലേക്കാണ് നാം ഇനി കടക്കാൻ പോകുന്നത്.